കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിയുടെ സ്റ്റേജ് തയ്യാറാക്കിയത് കുട്ടികൾ മണ്ണപ്പം ഉണ്ടാക്കുന്നത് പോലെ ആയിരുന്നുവെന്ന് അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസ് MLA. നൃത്തപരിപാടിയുടെ ഓർഗനൈസറായിരുന്ന നടി ദിവ്യ ഉണ്ണിക്കും പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി അവിടെ എത്തിയ സജി ചെറിയാനുമെതിരെ രൂക്ഷ വിമർശനവും MLA ഉമാ തോമസ് ഉന്നയിച്ചു. മനോരമ ന്യൂസിൻ്റെ നേരെ ചൊവ്വേ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പരിക്കേറ്റ് സുഖം പ്രാപിച്ചു വരുന്ന ഉമാ തോമസ് MLA. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെ തനിക്ക് വീണ് പരിക്കേറ്റതിന് ശേഷവും മന്ത്രി ശ്രീ സജി ചെറിയാൻ ആ പരിപാടിയിൽ തുടർന്നെന്നും അദ്ദേഹത്തിൻ്റെ സമീപനം സാംസ്കാരിക മന്ത്രിക്ക് സംസ്കാരമുണ്ടോ എന്ന സംശയം തനിക്കുണ്ടാക്കിയെന്നും ഉമാ തോമസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഡിസംബർ 29 കലൂർ സ്റ്റേഡിയത്തിൽ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ 11,600ഓളം നർത്തകർ ചേർന്ന് അവതരിപ്പിച്ച മൃദംഗനാദം എന്ന പരിപാടിക്കിടെയാണ് ഉമാ തോമസ് MLAക്ക് സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റത്. 15 അടി താഴ്ചയിലുള്ള കോൺക്രീറ്റ് സ്ലാബിലേക്ക് ഇവർ തലയിടിച്ചു വീഴുകയായിരുന്നു. 40-ലേറെ ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞതിനു ശേഷമാണ് ശ്രീമതി ഉമാ തോമസ് ആരോഗ്യം വീണ്ടെടുത്തത്. അപകടത്തിന് ശേഷം നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയ നടി ദിവ്യ ഉണ്ണി യാതൊരുവിധ ഉത്തരവാദിത്തം കാട്ടിയില്ല എന്നും വേണ്ട സമയത്ത് വിളിക്കാൻ പോലും അവർ തയ്യാറായില്ല എന്നും അവരിൽ നിന്ന് ഖേദപ്രകടനം പ്രതീക്ഷിച്ചിരുന്നു എന്നും എന്നാൽ അത് അവർ ചെയ്തില്ല എന്നും ഉമാ തോമസ് ആരോപിച്ചു. അഴയിലിട്ട തുണി വീഴുന്ന ലാഘവത്തോടെയാണ് വീഴ്ചയ്ക്ക് ശേഷം പലരും സ്വന്തം സീറ്റുകളിൽ പോയിരുന്ന് പരിപാടിയിൽ പങ്കെടുത്തത്. എന്ത് സംഭവിച്ചെന്ന് അന്വേഷിക്കുവാൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ തയ്യാറായില്ല എന്നും ഉമാ തോമസ് ആരോപിക്കുന്നു. അവിടുത്തെ സ്റ്റേജ് നിർമ്മാണത്തിലും അപാകതകളുണ്ട് എന്ന് ഉമാ തോമസ് ആരോപിക്കുന്നു. എന്തായാലും ഉമാ തോമസ് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ശ്രീമതി ഉമാ തോമസിന് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ശ്രീമതി ഉമാ തോമസിന് ഇനിയും ദീർഘനാൾ തൻ്റെ മണ്ഡലമായ തൃക്കാക്കരയിൽ ജനങ്ങളെ സേവിക്കാൻ അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതേ. താങ്ക് യു, നന്ദി, നമസ്കാരം.